do you got to get interest in the spirituality? How you have been attracted to spirituality, especially Sanatana Dharma, non-dualism, and this on, and to realization of God, like that. Very few people are getting attracted in the spirituality, real spirituality. But I find that really you have been attracted to the real spirituality. What was the motive or what was the fact behind it? Can you say? Well, I can't say it was much of my own doing. Obviously, I think there's just a lot of grace, that leads one towards that goal. And I can't say that I've been led completely to that goal in any way. I've only been kind of pushed, in that direction. Okay. But for me, growing up here in the United States, I was exposed to a lot of materialism. And actually, even people who I've grown up with have died from drug overdoses and things like that. So growing up here there's a lot of mistakes that can be made. So it was over time, also making some of these mistakes myself, I said there has to be a different way of living. There has to be a way that's more pure, that has more truth. So I began to look into different religions, Buddhism. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങ് എങ്ങനെയാണ് ആത്മീയതയിലേക്ക് ആകർഷിക്കപ്പെട്ടത്? എങ്ങനെ ആകർഷിക്കപ്പെട്ടു? പ്രത്യേകിച്ച് സനാതനധർമ്മം, നൺ-ഡുവലിസം, അങ്ങനെ പോകുന്നത്. വളരെ കുറച്ച് പേർ മാത്രമേ യഥാർത്ഥ ആത്മീയതയിലേക്ക് ആകർഷിക്കപ്പെടുന്നുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങ് തികച്ചും യഥാർത്ഥ ആത്മീയതയിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഘടകങ്ങൾ? ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ സ്വന്തം പ്രവർത്തനം കൊണ്ടോ കഴിവുകൊണ്ടോ ആണ് ആത്മീയതയിലേക്ക് വന്നത് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ വിചാരിക്കുന്നത് ഈശ്വരകൃപയാണ് എന്നെ ഈ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല ഞാൻ ആത്മീയപാതയിൽ ചലിക്കുകയാണെന്ന്. അറിയില്ല. എന്നെ ഇതിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അമേരിക്കയിൽ വളർന്നതുകൊണ്ട് എന്നെ ഭൗതിക ജീവിതത്തിൽ വളരെ ആഴ്ന്നുപോയി. വളരെയധികം ഭൗതിക ജീവിതത്തിൽ ആകർഷിക്കപ്പെട്ടു. എൻ്റെ കൂടെയുള്ളവർ അമിതമായി മയക്കുമരുന്ന് മറ്റുള്ളതിലൊക്കെ അടിമപ്പെട്ട് നശിച്ചു പോവുകയായിരുന്നു. ധാരാളം തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ജീവിത സാഹചര്യം. അതൊരു പ്രത്യേകതരം ജീവിതശൈലിയാണ്. പക്ഷേ ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ വേറൊരു തരത്തിലുള്ള ജീവിത രീതി സ്വീകരിച്ചു. ശുദ്ധിയുടെയും സത്യത്തിലേക്ക് നയിക്കുന്നതുമായ ജീവിതം. ബുദ്ധിസം, ക്രിസ്തുമതം എന്നിവയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. പല ആത്മീയ വഴിയിലൂടെയും സഞ്ചരിച്ചു. ഒടുവിൽ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തുടങ്ങി. US-ൽ യോഗ ക്ലാസ്സുകൾ പരക്കെയുണ്ട്. ശാരീരിക വ്യായാമം മാത്രമായിട്ടുള്ള യോഗയല്ല, ആത്മീയ അടിത്തറ ഒരുക്കുന്ന ക്ലാസ്സുകൾ. ഇവിടെ ഒട്ടുമിക്ക സന്യാസിമാരുടെയും മഹാത്മാക്കളുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. ധാരാളം ആത്മീയ പുസ്തകങ്ങളുണ്ട്. ആത്മീയ പാതയിൽ താല്പര്യം വർദ്ധിച്ചു. ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ആത്മീയതയിലേക്ക് അതിൻ്റെ രസം എനിക്ക് കിട്ടിത്തുടങ്ങി. അവസാനം ആ നിമിഷവും വന്നെത്തി. അമ്മയെ കണ്ടുമുട്ടാൻ സാധിച്ചു. ആ പരമഗുരുവായിട്ടുള്ള അമ്മ അമൃതാനന്ദമയി ദേവി, അവരെ കണ്ടുമുട്ടാൻ സാധിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ്.